കാർഷിക വാർത്തകൾ. കുരുമുളക് വിപണിയിൽ ഉത്തരേന്ത്യൻ വ്യാപാരികൾ നിരക്ക് ഇടിക്കാൻ ശ്രമം. ഏലക്ക ലേലത്തിൽ വീണ്ടും 1.5 ലക്ഷം കിലോ ചരക്കെത്തി. കുരുമുളക് ലഭ്യത കുറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഉത്തരേന്ത്യൻ വ്യാപാരികൾ നിരക്ക് ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ വിപണികളിലേക്ക് അടുപ്പിക്കാൻ നീക്കം നടത്തിയിരുന്നു. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഭാഗങ്ങളിലെ കർഷകർ ഓണത്തിന് ശേഷം സ്റ്റോക്ക് ഇറക്കാൻ കാര്യമായ താൽപര്യം കാണിച്ചില്ല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 658 രൂപ. ഏലക്ക ലേലത്തിൽ വീണ്ടും 1.5 ലക്ഷം കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തി. ഉത്തരേന്ത്യയിൽ നിന്നും ഏലത്തിന് ശക്തമായ പിന്തുണ ലഭിച്ചപ്പോൾ ശരാശരി ഇനങ്ങൾ 2341 രൂപയായി. മികച്ച ഇനങ്ങളിൽ കയറ്റുമതിക്കാർ പിടിമുറുക്കിയതോടെ വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2743 രൂപയിലും ലേലം നടന്നു. ഏഷ്യൻ റബ്ബറിൽ നിക്ഷേപകർ വാരാന്ത്യത്തിലെ ലാഭമെടുപ്പിനായി അണിനിരുന്നതോടെ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ കിലോ 380 യെന്നിൽ നിന്നും 370 റബ്ബർ വില ഇടിഞ്ഞു. ഇത് ചൈന, സിംഗപ്പൂർ വിപണികളെയും ചെറിയ തോതിൽ ബാധിച്ചു. വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകളെ തുടർന്ന് തായ്ലാന്റിൽ നിന്നും അല്പം ഇറക്കുമതി രാജ്യങ്ങൾ പിൻവലിഞ്ഞു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബറിന് കിലോ 232 രൂപ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. രണ്ടാം ധവള വിപ്ലവം സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്രം. പാൽ സംഭരണത്തിൽ സഹകരണ സംഘങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര പദ്ധതി. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായാണ് കേന്ദ്രം രണ്ടാം ധവള വിപ്ലവം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ക്ഷീരസഹകരണ സംഘങ്ങളുടെ പാൽ സംഭരണം 50% വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സഹകരണ സംഘങ്ങളുടെ ദേശീയ കൺവെൻഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സ്ത്രീ കർഷകരെ ശാക്തീകരിക്കുക, പ്രാദേശിക പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കൊപ്പം ക്ഷീര അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, പാലുൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കുകയും പദ്ധതി ലക്ഷ്യമാണ്. 3ാം മോദി സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങളിൽ നടത്തിയ 3 സംരംഭങ്ങളിൽ ഒന്നാണിതെന്നാണ് അമിത് ഷാ വ്യക്തമാക്കിയത്. ക്ഷീര കർഷകർക്കുള്ള റുപ്പേ കിസാൻ ക്രെഡിറ്റ് കാർഡും ക്ഷീര സഹകരണ സംഘങ്ങളിൽ മൈക്രോ ATMകൾ സ്ഥാപിക്കുന്നതും അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. 67,930 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികൾ അദ്ദേഹം പുറത്തിറക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കർഷകർക്ക് ഉൽപ്പന്ന വിലയിലുണ്ടാകുന്ന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ പദ്ധതി. താങ്ങുവിലയേക്കാൾ ഇടിവിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോഴുള്ള നഷ്ടം നികത്താനാണ് സർക്കാർ ശ്രമം. പച്ചക്കറി ഉൾപ്പെടെ എല്ലാ വിളകളും ഉൾപ്പെടുന്നതാണ് പദ്ധതി. വില വ്യത്യാസത്തിന്റെ 15% വരെ കേന്ദ്ര സർക്കാർ വഹിക്കും. ഇതിനായി സർക്കാർ മോഡൽ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. പച്ചക്കറികളിൽ തക്കാളി, ഉരുളക്കിഴങ്ങ് എന്നിവയ്ക്ക് മാത്രമേ ബാധകമാകൂ. പച്ചക്കറികളുടെ അടിസ്ഥാന വിലയായി ഇത് പ്രവർത്തിക്കും. താങ്ങുവിലയും മോഡൽ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന് കേന്ദ്ര സർക്കാർ വഹിക്കേണ്ട നഷ്ടപരിഹാരം താങ്ങുവിലയുടെ 15% ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഭവന്തർ ഭാർപായി യോജന എന്ന പേരിൽ മധ്യപ്രദേശിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ റാബി മാർക്കറ്റിംഗ് സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് 2018 മാർച്ചിൽ ഇത് പിൻവലിക്കുകയായിരുന്നു. വിലയിലെ വ്യത്യാസം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറാൻ ഒരു മാതൃകാ വിലനിർണ്ണയ സംവിധാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. 6 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പാം ഓയിൽ ഉൽപാദനം 3 ഇരട്ടിയായി ഉയരും. പാം ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറയുമെന്നുമാണ് വിലയിരുത്തൽ. എണ്ണപ്പന കൃഷി വ്യാപകമായതാണ് ഉൽപാദന വർധനയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇറക്കുമതിക്കാരായ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകും. ഇന്ത്യയുടെ പാം ഓയിൽ ഉൽപാദനം 2030-31 1.2 മുതൽ 1.5 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ഉൽപാദനത്തിലെ വർധനവ് ഇന്ത്യയുടെ മൊത്തം ഉപഭോഗത്തിന്റെ 2/3 ഭാഗവും വരുന്ന ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കും. 2021 മുതൽ എണ്ണപ്പന നടീലുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4 വർഷം കൊണ്ട് എണ്ണപ്പനകൾ ഫലം നൽകി തുടങ്ങും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ $15 ബില്യൺ എണ്ണപ്പന കൃഷിക്കായി രാജ്യം ചെലവാക്കിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 231, RSS 5 228, ലാറ്റക്സ് 142, ജാതിക്ക 275, ജാതിപത്രി
1500 മുതൽ 1700 വരെ. ഗ്രാമ്പു 950. അടയ്ക്ക 240. കാപ്പിക്കുരു 225. കൊക്കോ പരിപ്പ് 300. കുരുമുളക് ഗാർബിൾ 67,800. കുരുമുളക് അൺഗാർബിൾ 65,800. ഏലക്ക 2150 മുതൽ 2300 വരെ. വെളിച്ചെണ്ണ 18,000. കൊപ്ര 12,200. ചുക്ക് 36,000.